സുഹൃത്തുക്കളെ, എല്ലാവർക്കും ലിറ്റിൽ മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുന്നേ വീഡിയോ ഇട്ടായിരുന്നു, അതായത് വീഗോയിൽ ഷിപ്പിൽ വന്നിട്ട് പോർട്ടിൽ ബർത്ത് ചെയ്യണതെല്ലാം. അപ്പോൾ അന്ന് ഒരു ദിവസം നമുക്ക് ഒഴിവ് ദിവസം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇവിടെ ഷിപ്പിൽ കുറച്ച് സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ട്. മറ്റേ ഇവിടെ പോർട്ടിലൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സൈക്കിളെടുത്ത് വീഗോയിൽ ഉള്ള ഒരു പഴയ ഒരു പള്ളി, അതായത് കപ്പേള ഡി ഗ്വേ എന്ന ഒരു പഴയ പള്ളിയിലേക്കുള്ള അത് കാണുവാനും ഒരു മലമുകളിലുള്ളൊരു പള്ളിയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി യാത്ര തിരിച്ചു. പോകുന്ന വഴിക്കൊക്കെ ഒരു കുന്നിന് മുകളിലാണ് ഈ പള്ളി. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ഞങ്ങളെല്ലാം വശം കിട്ടും. പക്ഷേ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ വഴി കിടന്നൊക്കെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഓരോ റോഡും അതുപോലെ നല്ല ഭംഗി, എന്ത് വൃത്തിയ സ്ഥലങ്ങളൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ ചവിട്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുച്ചങ്കൊത്തായ കയറ്റങ്ങളാണ് ആ റോഡ് മുഴുവൻ. അങ്ങോട്ട് പോണ വഴിയിൽ നിങ്ങൾക്ക് കാണാറുണ്ട്, അകലെ പള്ളിയുടെ ഒരു തല കാണാം, കുരിശ് കണ്ടാവില്ലേ. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഒരു ശരിക്ക് 10 മിനിറ്റാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണിച്ചത്. പക്ഷേ പകുതി എത്തിയപ്പോൾ ഞങ്ങൾ നിന്ന്, കാരണം ആകെ ടയേർഡായി. പക്ഷേ അവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സന്തോഷം എന്ന് പറഞ്ഞാൽ. കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് ആ വീഗോ സിറ്റി മുഴുവൻ കാണാൻ പറ്റും. അതായത് സ്പെയിനിലെ ഈ വീഗോ എന്ന് പറഞ്ഞ സ്ഥലം മുഴുവൻ ആ പള്ളിയുടെ മുകളിൽ പോയിരുന്നാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. വളരെ പച്ചപ്പ്. ഈ വീഗോ എന്ന് പറഞ്ഞാൽ സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് എന്താ പറയുക മരങ്ങളും, അതുപോലെ എന്താ പറയുക ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ പലതരം കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ മുട്ടക്കുന്ന് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സ്ഥലങ്ങളും, അതുപോലെ പൈൻ മരങ്ങളും, അതുപോലെ കാറ്റാടി, യൂക്കാലിപ്സ്, അങ്ങനെ പലതരം മരങ്ങളൊക്കെ ഈ വഴിക്ക് നമുക്ക് കാണാം. പിന്നെ ഞാനും എൻ്റെ സുഹൃത്തുണ്ട് എൻ്റെ കൂടെ. പുള്ളിക്കാരാകെ ടയേർഡായി. അപ്പോഴാണ് വഴിയരികിലൊരു നമ്മുടെ നാട്ടിലൊക്കെ ഈ എന്താ പറയുക, പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു ആ മരം നിറയെ പൂക്കളും, ലൈക്ക് വൈറ്റ് കളർ ഇലയെല്ലാം വന്നിട്ട് ഒരു വൈറ്റ് കളറിൽ കാണാൻ നിങ്ങൾക്ക് കാണാം. ഒരു മരം ഫുള്ളിങ്ങനെ നല്ല ഭംഗിയുണ്ട്. പേര് എനിക്കറിയില്ല, പേരറിയുന്നവർ കമൻറ്റ് ചെയ്തോ. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് മുകളിലെത്തി. തുറന്ന് കണ്ട കാഴ്ച കണ്ടോ, ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ സിറ്റി, അതായത് വീഗോ സിറ്റി മുഴുവൻ കാണാം. അങ്ങനെ നമ്മുടെ പള്ളിയിലടക്കി മെല്ലാണ്. അതിപുരാതനമായ ഒരു പള്ളിയാണ് ഇത്, ഭയങ്കര ചരിത്രമുള്ള ഒരു പള്ളിയാണിത്. പക്ഷേ ഇപ്പോൾ അവിടെ അങ്ങനെ അധികം ആരുമില്ല ആ പള്ളിയിൽ. അവിടെ ഒരു നോക്കാനായിട്ട് ഒരു ചേച്ചി ഉണ്ട് അവിടെ. പിന്നെ ഈ വല്ല ഫങ്ഷനൊക്കെ വരുമ്പോൾ, അതായത് വലിയ കല്യാണ ഫങ്ഷൻ അങ്ങനത്തെ ഒക്കെ ഉള്ള ഫങ്ഷൻ മാത്രമേ പള്ളി ഓപ്പൺ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞ്. അവിടെ കുർബാന അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല സ്ഥിരമായിട്ട്. എന്നാലും അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതായത് ആ സ്ഥലങ്ങളും ആ പോണ വഴി, പിന്നെ അതുപോലെ ആ പള്ളിയുടെ ചുറ്റുപാടുമൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ പള്ളി ഫുള്ള് കരിങ്കല്ല് കൊണ്ട് പണിത ഒരു പള്ളിയാണ്. 1650 അങ്ങനെ മറ്റോ കൊണ്ട് പണിത പള്ളിയാണ് ആ പള്ളി. നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോസൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്, അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ചവിട്ടിൽപ്പടി കയറി അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് കയറുകയാണ്. ഫുള്ള് കരിങ്കല്ല് കൊണ്ട് പണിതൊരു പള്ളിയാണ് കേട്ടോ. നല്ല ഭംഗിയില്ല. എത്ര വർഷമായി കാണും, ഒരു 400 വർഷത്തിന് മേലെയുള്ള പള്ളിയാണ്. അതിൻ്റെ ഉൾഭാഗം കണ്ടാൽ ഉൾഭാഗം ഒക്കെ പണ്ടുള്ളത് കരിങ്കല്ല് കൊണ്ടാണ്. അടി തറ മുഴുവൻ കരിങ്കല്ല്. അങ്ങനെ ഒരു മാതാവിൻ്റെ രൂപം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പള്ളിയുടെ ഉള്ളിലൊക്കെ കണ്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അതിന് മുകളിലൊക്കെ കയറി, അതിന് മുകളിൽ ഫുള്ള് തടി കൊണ്ട് മരം കൊണ്ട് പണിത ഒരു ബാൽക്കണിയാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടത്. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ട് ഇങ്ങനെ മുകളിലേക്ക് കയറി, ചെറിയൊരു റൗണ്ട് ഷേപ്പിലൊരു കോണി, അത് കയറി അങ്ങനെ മുകളിലേക്ക് എത്തി. മുകളിൽ കാണുമ്പോൾ ഒന്നുമില്ല, 2-3 കുറച്ച് ടേബിളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറിയൊരു പള്ളി, അത് അത്ര വലിയ പള്ളിയൊന്നും ഇല്ലെങ്കിലും പക്ഷേ വളരെ പുരാതനമായ പള്ളി ആണല്ലേ. കുറച്ച് ചെയറുകളും ഒക്കെ ഉണ്ട്. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നല്ല രസമുള്ളൊരു പള്ളി. അങ്ങനെ അവിടുന്ന് പള്ളിയിൽ നിന്ന് ഒരു മിനിയേച്ചർ രൂപമൊക്കെ മേടിച്ച് അവിടെ ഒരു ചേച്ചി അവിടെ നോക്കാനായിട്ടൊരു ഗാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിന്ന് ഒരു മിനിയേച്ചർ രൂപ